ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ. അത് ഞാൻ പിന്നീട് ആഫ്റ്റർ 17 ഇയേഴ്സാണ് ഞാനത് സിനിമ ചെയ്തത്. പക്ഷെ അന്നത്തെ കഥ ഇതിനേക്കാളും നന്നായിരിക്കുമായിരുന്നു എന്ന് എനിക്കിപ്പോഴും അറിയാം. കാരണം അതിൻ്റെ ഇനീഷ്യൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 7 വയസ്സുള്ള കുട്ടിയാണ്. അയാൾക്കുണ്ടാകുന്ന ഡ്രീംസിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ ഒരു എന്താണ് സ്പിരിച്വൽ ബോഡിയുടെ അല്ലെങ്കിൽ ഒരു പണ്ട് മരിച്ചുപോയ ഒരാൾ അയാളെ കാത്തിരിക്കുന്ന കാമുകിയെ ഇപ്പോഴും അയാളെ കാത്തിരിക്കുന്നവരോട് ഈ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റിന് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നതായിട്ടാണ് ആ കഥ ഉണ്ടായിരുന്നത്. അന്ന് നസറുദ്ദീൻ ഷാ മാധവി എന്നിവരൊക്കെ കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാനിങ്ങനെ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റാണ്. ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തു. പക്ഷേ ആ പ്രോജക്റ്റ് ടേക്ക് ഓഫ് ചെയ്തില്ല. ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ ഉൾപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിയാദ് കോക്കറിൻ്റെ അടുത്ത് നമുക്കൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്യണമെന്ന് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ രണ്ടാമത് ആ സ്ക്രിപ്റ്റ് അന്ന് എഴുതിയ സ്ക്രിപ്റ്റ് തന്നെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുറേയൊക്കെ പൊടിഞ്ഞു പോയ അവസ്ഥയിലാണ്. അത് രണ്ടാമത് എടുത്ത് വർക്ക് ചെയ്ത് അതൊരു ടീനേജ് ആൾക്കാരിലേക്ക് കൊണ്ടുവന്നു, ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് ആ ഒരു കൺസെപ്റ്റാക്കി. പ്രോട്ടഗണിസ്റ്റ് അങ്ങനെ ഒരാളായി. അങ്ങനെ വന്ന് വർക്ക് ചെയ്ത് വരുന്ന ഘട്ടത്തിലാണ് മോഹൻലാൽ ഈ കഥ കേൾക്കുകയും മോഹൻലാൽ വളരെ ഒരു ഫ്ലൈറ്റ് മിസ്സായി ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് ഹോട്ടലിൽ താമസിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വിളിച്ച് അങ്ങനെ പോയി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ അടുത്ത സിനിമ എന്ന് ചോദിച്ചു. ഈ കഥ പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്യാം എന്ന് പുള്ളി ഇങ്ങോട്ട് ഓഫർ ചെയ്യണം. അപ്പോൾ പ്രൊഡ്യൂസർ ചെടിയെ ഞാൻ പറഞ്ഞത് അയാൾ ശരിയാവില്ല, കാരണം ഇത് കോളേജ് ക്യാമ്പസിലുള്ള പഠിക്കുന്ന കുട്ടികളെ. അപ്പോൾ ലാലു പറഞ്ഞത് അത് മാറ്റിയെടുത്താൽ മതി, നിങ്ങളെന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യും, നല്ല കഥയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു പ്രഷറിൽ നിന്ന് രണ്ടാമത് മാറ്റേണ്ടി വന്നത്. പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ പ്രഷർ ഉണ്ടായപ്പോഴാണ് ഇപ്പോഴുണ്ടായ ദേവദൂതനുണ്ടായത്. ക്യാരക്ടറെ മോഹൻലാലിലേക്ക് അത് മാറ്റി പ്ലേസ് ചെയ്ത് അതാണ് എനിക്ക് ഇപ്പോഴും അത്ര എന്താണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇയാളൊരു ഓൾഡ് സ്റ്റുഡൻ്റ് ആക്കുകയും അവിടെ പിന്നെ അയാളുടെ അന്നത്തെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു ഹീറോയിക്ക് ഇമേജ്, സൂപ്പർ ഹ്യൂമൻ കഥകളൊക്കെ. അപ്പോൾ അതിൻ്റെയിലേക്കൊക്കെ കുറേ കാര്യങ്ങൾ കയറ്റുക, ഹ്യൂമർ കയറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു കുറേ കാര്യങ്ങളിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് തന്നെ വെള്ളം ചേർക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അതെനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഡൈജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല അതിനകത്ത് പലതും നമ്മളത് ചെയ്തത്. പക്ഷെ അന്നത് ചെയ്യേണ്ടി വന്നു. അതൊരു പ്രൊഡ്യൂസറുടെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ അപ്രോച്ച് ആ സിനിമയെ അങ്ങനെ കണ്ടതാണ്. എനിക്കും റൈറ്റർക്കും അതിനകത്ത് പൂർണ്ണമായിട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. രഘുനാഥ് പലേരി ആയിരുന്നല്ലോ റൈറ്റർ. ഈ ദേവദൂതൻ അന്ന് ഇറങ്ങിയ സമയത്ത് അത്ര ഹിറ്റ് അല്ലായിരുന്നെങ്കിലും ലേറ്റ് ആയിട്ടൊരു അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോഴാണെങ്കിലും യങ്സ്റ്റേഴ്സ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പം ഈ ലേറ്റ് അക്സെപ്റ്റൻസിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് വലിയ സന്തോഷമൊന്നും തരുന്നില്ല. കാരണം ആ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു ഞാനീ പറഞ്ഞ ഫ്ലോസൊക്കെ അതിനുണ്ടായിരുന്നെങ്കിൽ പോലും അതുവരെ മലയാള സിനിമയിൽ ഉണ്ടാകാത്ത ഒരു ഡിഫറെൻ്റ് അപ്രോച്ചുള്ളൊരു മൂവിയായിരുന്നു. ഈവൻ സ്റ്റോറിയുടെ കൺസെപ്റ്റ് ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ആണെങ്കിലും ഇതൊക്കെയും അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്തൊരു ക്വാളിറ്റിയിലുണ്ടായിരുന്നതാണ്. പലരും അന്നത്തെ കാലത്ത് തന്നെ ആ സിനിമ കണ്ടുവന്നത് ഒരു ഹോളിവുഡ് കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. അതിൻ്റെ സൗണ്ട് ചെയ്തിരുന്നത് എ.ആർ. റഹ്മാനൊക്കെ അന്ന് സൗണ്ട് ചെയ്തിരുന്നിട്ട് ഒരു അതിൻ്റെ പേര് പറഞ്ഞത് ശേഖറോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കയ്യിൽ ഇത്രയും നല്ലൊരു അദ്ദേഹം ചെയ്ത ഏറ്റവും ബെസ്റ്റ് വർക്കാന്നൊക്കെ അത് പറയുന്നതാണ്. അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടാണത്. അപ്പോൾ അന്നത് ഭയങ്കര ഡിസാസ്റ്ററായിപ്പോയി. അത് പ്രൊഡ്യൂസറെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പോൾ അത് എന്നെയും വല്ലാതെ എൻ്റെ ഏറ്റവും വലിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയൊരു സ്റ്റേജായിരുന്നു അത്. ഇപ്പോൾ ആൾക്കാർ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അന്നുണ്ടായ നഷ്ടങ്ങളും സെറ്റ് ബാക്സും ഒന്നും ഇല്ലാതായി തീരുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപക്ഷെ ഇപ്പോൾ അത് എൻജോയ് ചെയ്യുന്നത് അതിന് ശേഷം ഉണ്ടായ ആൾക്കാരാണ്. കാരണം ഒരു 2000-ലാണ് ഇറങ്ങുന്നത്, ഇപ്പോൾ 2024 ആകുന്നു. അപ്പോൾ ഒരു ടീനേജ് കുട്ടികൾ അല്ലെങ്കിൽ കോളേജിലേക്ക് 10-20 വയസ്സ് 25 താഴെയുള്ള കുട്ടികളായിരിക്കും ഇത് കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കുണ്ടായ ഒരു നഷ്ടങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു 4K വേർഷൻ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അത് റീ എഡിറ്റഡ് വേർഷനായിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതിന് വർക്ക് നടക്കുന്നുണ്ട് അവർ. അതെ, ഇല്ല, അത് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളൂ, കുഴപ്പമില്ല.
പക്ഷേ ആ ഒറിജിനൽ വേർഷൻ ആയിരിക്കത്തില്ല, ഞാൻ അതിനകത്തൊരു എഡിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നത് ചെയ്യാൻ പറയും. കുറച്ചുകൂടെ ഒരു എന്താണ് നമുക്കന്ന് ഇഷ്ടപ്പെടാത്ത കുറേ ഏരിയാസ് ഉണ്ട് അതിനകത്ത്. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് വേറെ രീതിയിൽ കുറച്ചും കൂടെ ഒരു ഒരു കണ്ടൻറ്റ് കുറച്ചും കൂടി ഒന്ന് ഷാർപ്പൺ ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റായിരിക്കും. ഒരു ആദ്യത്തെ പറയുന്നു തരംഗുന്ന തെയ്യം ഇപ്പോഴും ഒരു റീവാച്ച് ക്വാളിറ്റി ഉണ്ട്, അതിനൊരു ഇന്നസെൻസ് ഉണ്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ്. അതിൻ്റെ ഒരു ആ കഥയിലേക്ക് എത്തിയത് അതിൻ്റെ ഒരു മേക്കിംഗ് അതൊന്നും അത് ഞാനിങ്ങനെ അതിൻ്റെ ഒരു കഥയിൽ ഞാൻ ഭയങ്കര ഒരു സെൽഫ് മാർക്കറ്റിംഗ് ഇല്ല. അതിനെ അറിയാത്ത ആളാണ്, ചെയ്യാത്ത ആളാണ്, അറിയില്ല. സിനിമയിലത് വേണം, പക്ഷേ എനിക്കതിനുള്ളൊരു ഒരു കഴിവില്ല. അങ്ങനെ പോകാനുള്ളൊരു ഷൈനസ്സും അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ട് എനിക്ക്. ആരുടെടുത്തും പോയിട്ട് അങ്ങനെ ചോദിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനവിടെ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിനകത്ത് മാത്രം നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കോടമ്പക്കം സിനിമ എനിക്കറിയില്ല. ഞാൻ മദ്രാസിൽ പോയാലും ഇവരുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. എനിക്കവിടെ മറ്റ് പൈപ്പ് വെള്ളം കുടിച്ച് കോടമ്പക്കത്ത് കൂടെ അലഞ്ഞ കഥയൊന്നും എനിക്കില്ല. എൻ്റെ കൂടെ ആ സമയത്തുണ്ടായിരുന്ന സത്യനാണെങ്കിലും കമലാണെങ്കിലും ഈവൻ പ്രിയൻ പോലും ചെന്നൈയിൽ കുറേ കാലമൊക്കെ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ആ എക്സ്പീരിയൻസും ഒരു അവസ്ഥകളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ വളരെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് സിനിമ പഠിച്ചത്. അപ്പോൾ പക്ഷെ ഞാൻ അറിയാതെ എന്നെപ്പറ്റി പുറത്തറിയുന്നുണ്ടായിരുന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നൊരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ അവിടെ വന്ന് ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും അവരടുത്ത ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ പലപ്പോഴും കാഷ്വൽ ടോക്സിൻ്റെ ഇടയ്ക്ക് പറയുമായിരിക്കും ഇങ്ങനെ ഒരാളവിടെയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെപ്പറ്റി പലരും പുറമേ പറയുകയും പലരും എന്നെപ്പറ്റി അന്വേഷിക്കാനൊക്കെ തുടങ്ങുന്നു. ഒന്ന് രണ്ട് വലിയ അന്നത്തെ മേജർ പ്രൊഡക്ഷൻ ഹൗസൊക്കെ എന്നെ വന്ന് പ്രോജക്റ്റ് ചെയ്യാനൊക്കെ വിളിച്ചിരുന്നു. സെഞ്ച്വറി പോലെയുള്ള കമ്പനികളൊക്കെ അന്ന് അവരൊക്കെ വലിയ പ്രൊഡക്ഷൻ ചെയ്ത സമയത്ത്. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ നവോദയയുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിൽ ഞാനത് റെഫ്യൂസ് ചെയ്തിരുന്നു. അതൊക്കെ മാറി അതൊക്കെ ഇല്ലാതായി. ഞാൻ ഒരിക്കൽ പ്രിയൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ പെട്ടെന്ന് എന്നെ കാണാൻ രണ്ടുപേര് വരുന്നത്. എനിക്ക് മുൻ പരിചയമില്ല, അവരാരോ പറഞ്ഞു കേട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം രണ്ടുപേരുണ്ട്. ഒരാൾ ഇച്ചിരി പൊക്കത്തിൽ നല്ല വെളുത്ത് താടിയൊക്കെ ആയിട്ട് ഒരാൾ, പിന്നെ പൊക്കം കുറഞ്ഞ് ഇച്ചിരി അടിച്ച് മുണ്ടൊക്കെ എടുത്ത ഒരാൾ, മറ്റേ ആൾ വളരെ കുറച്ചുകൂടെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊരാൾ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയുന്നു ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെ അറിയാം? അതൊക്കെ കേട്ടു, ഞങ്ങൾ അറിഞ്ഞു, നിങ്ങളെപ്പറ്റി പലരും പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞു. ഒരു സിനിമ ചെയ്യാനാണ്, എനിക്കല്ല എൻ്റെ കോ ബ്രദറിനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ പേര് നമ്പി നാരായണൻ എന്നാണ്, ഞാൻ ISROയിലെ സയൻറ്റിസ്റ്റാണ്, എൻ്റെ കോ ബ്രദർ സുബ്രഹ്മണ്യം, അദ്ദേഹം ഇതിനു മുമ്പ് ജോഷി സാറിനെയൊക്കെ വെച്ചിട്ട് ഓരോ സിനിമ ചെയ്തിട്ടുണ്ട്, പിരിയില്ല നാമെന്നൊക്കെ ഓരോ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാൻ നിങ്ങളെ വെച്ച് ചെയ്യണമെന്നുണ്ട്, ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഥ നോക്കട്ടെ, എന്തെങ്കിലും ഒരു കഥ, ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, ഒരു കഥ വരുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രഘുനാഥ് പലേരിയുമായിട്ടാണ് വീണ്ടും ഒന്ന് രണ്ട് കഥകളൊക്കെ ആലോചിച്ചു. പക്ഷേ അത് പല കാരണങ്ങളാൽ അത് നടന്നില്ല. ആ സമയത്താണ് ജഗദീഷ് എൻ്റെ അടുത്ത് എന്ന് പറയുന്നൊരു ഒരു കഥയുണ്ട്. ഞാൻ ശ്രീനിയുടെ അടുത്ത് പറഞ്ഞു, ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ശ്രീനിക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പം CB ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ശ്രീനിയും അങ്ങോട്ട് സംസാരിച്ചപ്പം പറഞ്ഞു, ജഗദീഷ് പറഞ്ഞൊരു കഥ, ഒരു പാരലൽ കോളേജ് പ്രിൻസിപ്പളും അയാളുടെ മകളും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളും തമ്മിലുള്ള അതിലൊരു സ്റ്റുഡൻറ്റുമായിട്ടുള്ള പ്രണയവും കാര്യങ്ങളും ഒക്കെ ഹ്യൂമറായിട്ടാണ്. ശ്രീനിവാസനാണ് അത് നേരെ അത് പൊളിച്ചു മാറ്റിയിട്ട് ഈ ഗുസ്തിയുടെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ നോവൽറ്റി ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു യൂഷ്വൽ പാരലൽ കോളേജ് കഥയായി മാറിയത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് വരികയും ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീനി പറയുന്നത് നമുക്ക് എഴുതിക്കൊണ്ടിരിക്കുക ഷൂട്ട് നടക്കുമ്പോൾ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ തോന്നുന്നു ദാരാസിങ്ങിനെ ഒന്ന് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദാരാസിംഗ് എവിടെയാണ്? അയാൾ ബോംബെയിലാണെന്ന് തോന്നുന്നു, നമുക്ക് തപ്പാന്ന് പറയും. അങ്ങനെ ഇതാര് വഴി പോകുന്നതെന്ന് അറിയത്തില്ല. ഈ പ്രൊഡക്ഷൻ അത്ര വലിയ ഒരു സ്ട്രോങ് പ്രൊഡ്യൂസറൊന്നുമല്ല, അദ്ദേഹം വളരെ ചെറിയൊരു പടം എടുക്കാൻ വന്നയാളാണ്. ഇതെന്ത് ചെയ്യുന്നത്? അപ്പോൾ ശ്രീധർ ക്ലൈമാക്സിൽ ദാരാസിംഗ് വന്നില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ ജഗദീഷ് പറയും ഞാൻ പോയി തപ്പാന്ന് പറഞ്ഞു. അങ്ങനെ ജഗദീഷ് ബോംബെ പോയി തപ്പിപ്പിടിച്ച് ജഗദീഷിന് പിന്നെ ആരുടെ അടുത്ത് ഇടിച്ച് കയറാൻ ഒരു മടിയില്ലാത്തതുകൊണ്ടും ഹിന്ദിയൊക്കെ അത്യാവശ്യം പറയുന്ന ആളായതുകൊണ്ടും അവിടെ പോയി അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു.
അപ്പോൾ അത് വന്നതോടെ ആ സിനിമയുടെ വേറൊരു ആ ഒരു എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഇങ്ങനെ ഒരാളൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു കളർ മാറി. അത് ക്രിട്ടിക്കലി നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു. കൊമേഴ്ഷ്യലി സക്സസ് ആയില്ല. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുക്കാൻ കുറേ ബുദ്ധിമുട്ടി. പക്ഷേ തിയേറ്റർ കളക്ട് ചെയ്തില്ല. ഞാനതിൻ്റെ ഫസ്റ്റ് ഡേ പാലക്കാട് ഒരു തിയേറ്ററാണ്. അന്ന് ഞാൻ കോയമ്പത്തൂരിലാണ് എൻ്റെ ബ്രദറിൻ്റെ കൂടെയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ അത് റിലീസ് ചെയ്യുന്ന ദിവസം 85 ജൂൺ 21 ഭയങ്കര മഴയുള്ള സമയമാണ്. 2 വലിയ സിനിമകൾ അതിന് ഓപ്പോസിറ്റ് ഉണ്ട്. ഒന്ന് മമ്മൂട്ടിയും നാദിയ മൊയ്തും മറ്റേ പടത്തിന് ശേഷം രണ്ടാമത്തെ പടമാണ് അവരുടെ. അവർ ഭയങ്കര സെൻസേഷനാണ് നിൽക്കുന്ന സമയം. ജോഷിയുടെ ഡയറക്ഷൻ. പിന്നെ ബേബി ശാലിനി ഡബിൾ റോൾ അഭിനയിക്കുന്ന ഒന്നെങ്കിൽ എന്നൊരു പടവും ഒരു നോക്ക് കാണും. ഈ 2 പടങ്ങളാണ്. അവർ രണ്ടുപേരും അന്ന് സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സാണ്. ഭയങ്കര ഇനീഷ്യൽ പുള്ള് വരാൻ പോകുന്ന സിനിമകളാണ്. അതിൻ്റെ കൂടെയാണ് എൻ്റെ സിനിമ പോകുന്നത്. അപ്പോൾ പാലക്കാട് ഒരു പ്രിയ തിയേറ്ററിൽ ഞാനവിടെ ചെല്ലുമ്പോൾ ഈ മഴയത്ത് ഞാനിങ്ങനെ മറ്റേ 2 തിയേറ്ററുകളും ഭയങ്കര ക്യൂവും ആളും മഴയത്ത് കുടയൊക്കെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ തിയേറ്ററിൻ്റെ മുമ്പിൽ ആരുമില്ല. ഒരു നൂൺ ഷോ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ അവിടുത്തെ ക്യാൻറ്റീൻ പയ്യൻ്റെ അടുത്ത് ചോദിച്ച് ഇതെങ്ങനെയുണ്ട് ഈ പടമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ഇതൊരു ഗുസ്തിപ്പടം സാർ, അപ്പുറത്ത് പോകാൻ പറഞ്ഞു. അതാണ് ആദ്യത്തെ എൻ്റെ പടത്തിന് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് റിവ്യൂ. ഇവിടെ ആണെന്ന് കുറേ ഗുസ്തിപ്പടം അപ്പുറത്ത് പോകാൻ പറയും. അവിടെ 2 നല്ല പടമൊക്കെ പറയും. പക്ഷേ ഞാനും എൻ്റെ കൂടെ ഞാനകത്ത് കയറിയപ്പോൾ ഒരു 10-20 പേരൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സമാധാനം. അത് ആ പടം പക്ഷേ എനിക്കൊരു ഇൻഡസ്ട്രിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടിയ സിനിമയാണ്. കാരണം അയാൾക്ക് പണി അറിയാം എന്ന് പറയുന്ന നമ്മൾ നാടൻ ഭാഷ പറയത്തില്ല, പണി അറിയാവുന്ന ആളാണെന്ന് പറയുന്നൊരു അക്സെപ്റ്റൻസ് കിട്ടി. പക്ഷേ രണ്ടാമത്തെ പടം വരുമോ എന്നും അറിയത്തില്ല. എനിക്ക് അങ്ങോട്ടൊന്നും ചോദിക്കാനും പറ്റാത്തതുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പ്രൊഡ്യൂസർ വരുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ പിന്നെ ടി വിയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് കൊള്ളായിരുന്നല്ലോ എന്ന് പറയും. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴല്ല, അപ്പോഴും നമ്മുടെ ഈ കാസറ്റൊക്കെ റിലീസ് ചെയ്യുന്നത് 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വീഡിയോ കാസറ്റ് VHS ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ റിവ്യൂസ് വരും. ആൾക്കാർ വിളിക്കുമോ അയ്യോ അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, കൊള്ളായിരുന്നല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ തിയേറ്ററിൽ നിന്നൊക്കെ അത് പോയി പ്രൊഡ്യൂസറിൻ്റെ കേശയും കാലിയായിരിക്കുമായിരിക്കും.